അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് മക്കയിൽ അവതീർണമായത്. അദ്ധ്യായം 18, വചനങ്ങൾ 110. എന്തുകൊണ്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഒരുവൻ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മുഴുവൻ ഫിത്തനകളിൽ നിന്നും അവൻ സുരക്ഷിതനായിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ ഏവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ കഹ്ഫ് തജ്വീദ് സഹിതം നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. ഒന്നാമത്തെ ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം. അൽഹംദു ഹംസത്തുൽ വസ്ൽ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്, അതും ലാമിൻ്റെ കൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഹംസത്തുൽ വസ്ൽ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഹംസത്തുൽ വസ്ലിന് ശബ്ദം ഉണ്ടാവും. ആയത്തിൻ്റെ നടുക്കിൽ വരുമ്പോഴാണ് ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലാത്തത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ ലാമിൻ്റെ കൂടെ ചേർന്ന് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന ഹംസത്തുൽ വസ്ലിൻ്റെ ശബ്ദം എന്താണ്? അ. ഓക്കെ, അൽഹംദു അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇവിടെ ഒരു പദത്തിൽ മദ് വന്നിട്ടുണ്ട്, മറ്റൊരു പദത്തിൽ ഹംസ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്രയാണ് ദീർഘിപ്പിച്ചോതേണ്ടത്? 2 അനക്കം മുതൽ 4 അനക്കം വരെ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. ഇതിന് ഒരു പേരും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? മദ് മുൻഫസിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അല്ലേ? മദ് മുൻഫസിൽ. അൻസല, നൂൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടില്ല. സുക്കൂന് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ അൻസല എന്ന് ഓതില്ല. അൻസല, നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് വിട്ടിട്ട് വേണം ഓതാനായിട്ട്. ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിച്ചോദനം. അൻസല. ഓക്കെ, അല അബ്ദിഹി. അല, ഐന് ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അ, തൊണ്ടേൻ്റെ നടുക്ക് നിന്നും വരുന്ന അക്ഷരാണ് അ. ഓക്കെ, അല അബ്ദിഹി. ബ, ബഇന് സുക്കൂന് വന്നിട്ടുണ്ട്. ബ കൽക്കലയുടെ ലെറ്ററാണ്, അതുകൊണ്ട് തന്നെ ബഇന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂന് അവിടെ കൊടുക്കണം. അബ്. ഓക്കെ, അബ്ദിഹിൽ കിതാബ. ഇവിടെയൊക്കെ 2 അനക്കം നീട്ടാനുള്ള മദ് അസ്ലിയാണ്, സാധാരണ മദ്. ഓക്കെ, 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. വലം, ഉവ എന്ന് ഉച്ചരിക്കുമ്പോൾ ചുണ്ടിനെ സർക്കിളാക്കിയിട്ട് വേണം ഉവ പറയാനായിട്ട്. ഉവ ചുണ്ടിനെ വട്ടത്തിലാക്കിയിട്ട് ഉവ ഉച്ചരിക്കണം കേട്ടോ. വലം, മീമിനെ ഇവിടെ വ്യക്തമാക്കി ഓതുക. വലം, ലം എന്ന് വ്യക്തമാക്കുക കേട്ടോ. വലം യജ്അൽ ലഹു. യജ്, ജീമിന് സുക്കൂന് വന്നിട്ടുണ്ട്. അവിടെ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ കണ്ട നിങ്ങൾ. കാരണം എന്താണെന്നറിയോ? ജീമ് കൽക്കലയുടെ ലെറ്ററാണ്, അതുകൊണ്ട് തന്നെ ജീമിന് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. യജ് എന്ന് ഫുൾ സുക്കൂൻ കൊടുത്ത് ഓതണം കേട്ടോ. യജ്അൽ ലഹു. ഇവിടെ നോക്കൂ, 2 ലാമ്, ഒരു സുക്കൂനുള്ള ലാമ്, മറ്റൊന്ന് ഹറക്കത്തുള്ള ലാമ്. ഇങ്ങനെ വരുന്ന ഒരേ അക്ഷരങ്ങൾ ഇതുപോലെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് ഓതുക. ഒരു ലാമിനെ മറ്റേ ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, ഈ ഒരു കൂട്ടിച്ചേർത്ത് ഓതുന്നതിന് ഇദ്ഗാം ചെയ്യുന്നതിന് ഒരു പേര് പറയും. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് പറയുക. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, യജ്അൽ ലഹു. അതിന് ശേഷം ഒരു കുഞ്ഞു വാവുണ്ട്, അവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവജ, ഇവിടെ നിർത്താം. ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 അനക്കം നീട്ടി ഓതി നിർത്തണം. അലിഫ് മദ് വന്നിട്ടുണ്ട് അവസാനത്തിൽ. ഓക്കെ, ഇവജ. ഇവിടെ പിന്നെ നിർത്തുന്ന സ്ഥലത്ത് നമുക്കൊരു സീന് കാണാൻ പറ്റൂലേ?
ആ സീനിന് പറയുന്നത് സക്കത്തിൻ്റെ സീനി എന്നാണ് പറയുക. ഇത് പിന്നെ ആയത്തിൻ്റെ നടുക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒറ്റ ശ്വാസത്തിൽ ഇനി ഈ ആയത്ത് തന്നെ നമ്മൾ നിർത്താതെ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അവിടെ ഓതണം. ഒറ്റ ശ്വാസത്തിൽ ഒന്ന് നിർത്തിയിട്ട് ശ്വാസം വിടാതെ ഒറ്റ ശ്വാസത്തിൽ ശ്വാസം ഒന്ന് അടക്കി പിടിച്ച് അവിടെ നിർത്തി ഓതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, സക്കത്തിൻ്റെ സീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൂട്ടി ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതും? ഓക്കെ, ഇങ്ങനെ അഴിവജ എന്ന് പറഞ്ഞ് അവിടെ ചെറുതായിട്ടൊരു ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നിർത്തിയിട്ട് ആ ശ്വാസം വിടാതെ ആ ശ്വാസത്തിൽ തന്നെ ബാക്കിയും കൂടെ ഓതുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ആയത്ത് ഓതി നോക്കാം. قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. രണ്ടാമത്തെ ആയത്തിന്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം. قيما لينذر, ഓഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിൻ്റെ മുരട് ഭാഗത്തു നിന്നാണ് ഓഫ് വരുന്നത്. ഓഫ് ആ രൂപത്തിൽ തന്നെ പറയണം കേട്ടോ. ക ആയി പോവരുത്. ഓക്കെ, യന് ശ്രദ്ധയുണ്ട്. എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. തെൻവീന് ശേഷം ലാമ് റോ ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല? മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. മണിക്കാൻ പാടില്ല. കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കരുത്. എങ്ങനെ ഓതും? ഇവിടെ ഓക്കെ എന്നിങ്ങനെ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. ഇതിനൊരു നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ബിലാ ഉന്ന മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക എന്നാണ് അർത്ഥം. ഓക്കെ, യുൻദിറ നൂന്റെ മുകളിൽ സുക്കൂനില്ല. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ ഓതും? ഇഖ്ഫ ചെയ്ത് ഓതണം. യുൻദിറ എന്ന് ഓതില്ല, യുൻദിറ. ഓക്കെ, അവിടെ മറച്ച് മണിച്ചോദനം ഇഖ്ഫ ചെയ്യണം കേട്ടോ. റോ എന്നാണ് ഉച്ചരിക്കേണ്ടത്. മലയാളത്തിൽ പറയും പോലെ റ യുൻദിറ നോതരുത് കേട്ടോ. യുൻദിറ. ബ ഹംസക്ക് സുക്കൂന് വന്നിട്ടുണ്ട്. അവിടെ ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ രണ്ട് ഫത്ഹ ഒരുമിച്ചല്ല വന്നിട്ടുള്ളത്, രണ്ടും സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ, വേറെ വേറെ. അപ്പൊ നമ്മളവിടെ ബസൻ എന്ന് ഓതാൻ കഴിയില്ല. ബസൻ എന്നിങ്ങനെ മറച്ച് മണിച്ചോദനം. ഓക്കെ, ഷദീ ഇവിടെ യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക, സാധാരണ മദ് കേട്ടോ. ഷദീദമ്മി. തെൻവീന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ സൂറത്തുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. തെൻവീന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ. ഇതിനൊരു പേരും ഉണ്ട്. എന്തായിരുന്നു പേര്? ഇദ്ഗാം ബിഉന്ന, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇദ്ഗാം ബിഉന്ന എന്ന് പറഞ്ഞാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, മില്ലദുൻഹു. ഇവിടെ നോക്കൂ, നൂനിന് ശേഷം ലാമു വന്നു. നമ്മൾ പറഞ്ഞതാണ് സക്കിനായ നൂനിനോ തെൻവീനോ ശേഷം ലാമ് റോ ഈ രണ്ട് ലെറ്റേഴ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യരുത്? മണിക്കാൻ പാടില്ല. മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. അതിനൊരു പേരും പഠിച്ചു അല്ലേ. ഇദ്ഗാം ബിലാ ഉന്ന. ഓക്കെ, ഓർമ്മ വേണം കേട്ടോ. മില്ലദുൻഹു നൂന്റെ മുകളിൽ സുക്കൂനുണ്ട്. കറക്റ്റ് വ്യക്തമായിട്ട് ലദുൻ എന്ന് വ്യക്തമായിട്ട് ഓതുക കേട്ടോ. വയുബശ്ശിറൽ വ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുണ്ടിനെ വട്ടത്തിലാക്കിയിട്ട് സർക്കിളാക്കിയിട്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, വയുബശ്ശിറ ഷീന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചോതുക. വയുബശ്ശിറൽ മുഅ്മിനീന. ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. മുഅ്മിനീന എന്ന് ഓതരുത്. ഹഫ് സുക്കൂന് കൊടുത്ത് മുഅ്മിനീന എന്നിങ്ങനെ ഓതുക. ഓക്കെ,
ഇവിടെയൊക്കെ സാധാരണ മദ്. മുഅ്മിനീനല്ലദീന സാധാരണ മദ്ദാണ്, മദ് അസ്ലി. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. യഅ്മലൂന സ്സാലിഹാത്തി യഅ്മലൂന ഐന് സുക്കൂന് വന്നിട്ടുണ്ട്. ഐന് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി, കാരണം ഐൻ അൽക്കലയുടെ ലെറ്റർ അല്ല. ഓക്കെ, യഅ്മലൂന സ്സാലിഹാത്തി ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. ഇവിടെ സാധാരണ മദ്ദുകളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ഓക്കെ, സ്വാലിഹാത്തി സ്വാദ് എന്ന് പറഞ്ഞാൽ ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് സ്വാദ്. ഓക്കെ, സ്വാലിഹാത്തി സ്വാദിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചൊടുക്കുക, രണ്ടനക്കം നീട്ടുകയും ചെയ്യുക. സ്വാലിഹാത്തി. അന്ന നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചു കൊടുക്കണം കേട്ടോ. അന്ന ലഹും അന്ന ലഹും മീമിൻ്റെ മുകളിൽ സുക്കൂന് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ഹും എന്ന് വ്യക്തമായിട്ട് അവിടെ ഊതിക്കൊടുക്കണേ. അജ്റൻ അജ് ജീം കൽക്കലയുടെ ലെറ്റർ ആണല്ലോ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. അജ് അജ്റൻ റൻ രണ്ട് ഫത്ഹ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളവിടെ ഇൽഹാർ ചെയ്യണം. റൻ എന്ന് വ്യക്തമാക്കിയിട്ട് ഓതണം. അജ്റൻ. ഹസന ഹസന ഹ ആണ് ഹസന രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യണം കേട്ടോ. മൂന്നാമത്തെ ആയത്ത് മാകിസീന ഫീഹി അബദ. മാകിസീന നോക്കൂ, ഇവിടെ മാകിസീന ഫസ്റ്റ് അക്ഷരം വന്നിട്ടുള്ളത് മീമാണ്. മീമിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. ഫസ്റ്റ് തന്നെ വരുമ്പോൾ മീമിൻ്റെ മുകളിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ നമ്മൾ മണിക്കേണ്ടതില്ല. നമ്മൾ ഒരു പദത്തിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോഴാണ് മീമിനെ ശ്രദ്ധ കൊടുത്ത് മണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ മീമിനെ നന്നായി മണിക്കേണ്ടതില്ല കേട്ടോ. അപ്പം എങ്ങനെ സാധാരണ ഒന്നത് പോലെ തന്നെ മാകിസീന മാക്ക് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഓക്കെ, മാകിസീന ഫീഹി അബദ. മാകിസീന സ പറയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെയും ചുണ്ടിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ, പല്ലിൻ്റെയും നാവിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിൽ സ ഉച്ചരിക്കേണ്ടത്. സീന മാകിസീന. ഓക്കെ, മാകിസീന. ഫീഹി ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടാനുള്ള യാ മദ്ദാട്ടോ വന്നിട്ടുള്ളത്, രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ. മാകിസീന ഫീഹി അബദ. അബദ രണ്ടനക്കം നീട്ടി നിർത്തുക കേട്ടോ. അലിഫ് വന്നിട്ടുണ്ട് അവസാനത്തിൽ. നാലാമത്തെ ആയത്ത് وينذر الذين قالوا اتخذ الله ولدا. വയുൻദിറ വാവിനെ സർക്കിളാക്കിയിട്ട് പറയണ്ട, ചുണ്ട് സർക്കിളാക്കി പിടിക്കണം കേട്ടോ. വയുൻദിറ നൂന് എന്തില്ല, സുക്കൂനില്ല, ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിച്ചോദനം. വയുൻദിറല്ലദീന. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, രണ്ടനക്കം നീട്ടിക്കൊടുക്കാം. ഓക്കെ, ഖാലുത്തഖദ ഇവിടെ ഖാലു ഖാഫിനെ നീട്ടാനുണ്ട്, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അതുപോലെ ഇവിടെ ലൂ നീട്ടാനുണ്ടല്ലോ, പക്ഷെ ഇവിടെ ലൂനെ നീട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, പകരം കൂട്ടി ചേർത്ത് ഓതിപ്പോവും. ഓക്കെ, ഖാലുത്തഖദല്ലാഹു ഖാലുത്ത താൻ്റെ മുകളിൽ ശബ്ദം ഉണ്ട്, എന്ത് ചെയ്യുക, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഖാലുത്തഖദല്ലാഹു വലദ. ഓക്കെ, വലദ വാവ് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ചുണ്ടിനെ സർക്കിളാക്കി പിടിക്കണം കേട്ടോ. വലദ നിർത്തുമ്പം അലിഫ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.